ഡോക്ടർ, ഈ ഗ്ലോക്കോമ വളരെ ലേറ്റ് ആയിട്ട് മാത്രം തിരിച്ചറിയുന്ന രോഗമാണല്ലോ. അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഗ്ലോക്കോമ വളരെ സാധാരണമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അത് വളരെ ലേറ്റ് ആയിട്ടാണ് പലപ്പോഴും അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് അതിന് സിംറ്റംസ് ഒന്നും കാര്യമായിട്ടുണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ എന്താണ് മനസ്സിൽ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഫാമിലിയിൽ ആരെങ്കിലും നേരത്തെ ഗ്ലോക്കോമ ഡിറ്റക്റ്റ് ചെയ്ത ഹിസ്റ്ററി ഉണ്ടെങ്കിലോ, അല്ലാതെ ഒരു 30-35 വയസ്സിന് ശേഷം നമ്മൾ റുട്ടീനായിട്ടുള്ള കണ്ണ് പരിശോധനയ്ക്ക് പോകുമ്പോഴോ ഗ്ലോക്കോമ ഉണ്ടോ, ഗ്ലോക്കോമ വരാനുള്ള സാധ്യതയുള്ള ഒരാളാണോ എന്ന് നമ്മൾ പരിശോധിപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത്. വളരെ സിമ്പിളായിട്ടുള്ള ആദ്യം ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ, ഒരു ഒഫ്തൽമോളജിസ്റ്റിൻ്റെ ക്ലിനിക്കൽ എക്സാമിനേഷൻ. രണ്ടാമത് പ്രഷർ, കണ്ണിൻ്റെ ഇൻട്രാ ഓക്കുലർ പ്രഷർ മെഷർമെൻറ്റ്. മൂന്നാമത്തത് പാക്കിമെട്രി, കണ്ണിൻ്റെ വോൾ തിക്നെസ്. പിന്നെ നാലാമത്തെ OCT എന്ന് പറഞ്ഞ പരിശോധന. വേണമെങ്കിൽ ഒരു വിഷ്വൽ ഫീൽഡ് അനാലിസിസ്. ഇത്രയും പരിശോധനകൾ കൊണ്ട് ഗ്ലോക്കോമ ഓൾറെഡി ഉണ്ടോ, അതിൻ്റെ ഏത് സ്റ്റേജിലാണതുള്ളത്, അതിന് ട്രീറ്റ്മെൻറ്റ് വേണോ, അതോ മോണിറ്ററിങ് മാത്രം മതിയോ, പിന്നെ എന്തെങ്കിലും. അപ്പോൾ ചികിത്സ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെഡിക്കേഷൻസ്, വളരെ നല്ല മെഡിക്കേഷൻസ് ലഭ്യമാണ്. മെഡിസിൻസ് കൊണ്ട് ഏകദേശം 70-75% ആളുകളെയും നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും, പ്രോഗ്രസ് ചെയ്യാതിരിക്കും. പിന്നെ ബാക്കി കുറച്ച് പേർക്ക് മാത്രമേ അത് ഓപ്പറേഷനിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും. ഓപ്പറേഷൻ ആണെങ്കിലും നല്ല ഓപ്പറേഷൻസ്, വാൽവ് ഇംപ്ലാന്റ് പോലെയുള്ള ഓപ്പറേഷൻസ് ഇപ്പോൾ ലഭ്യമാണ്. ഇതെല്ലാം കൊണ്ട് ഗ്ലോക്കോമ നിയന്ത്രിച്ച് നിർത്താനും സാധിക്കും, അത് നന്നായിട്ട് കണ്ടുപിടിക്കാനും സാധിക്കും. അതാണ് ഇപ്പോഴത്തെ ഗ്ലോക്കോമയുടെ അവസ്ഥ. താങ്ക് യു.